ഹലോ, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സാധാരണയായി നമ്മൾ വാട്ടർ ഹീറ്ററുകൾ, അതേമാതിരി സോളാർ വാട്ടർ ഹീറ്ററുകൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടുവരുന്ന ഒരു റോഡാണ് ഈ റോഡ്. അപ്പോൾ ഇത് ചിലവർക്ക് അറിയായിരിക്കും, എന്നാലും ഏകദേശം 50% ആളുകൾക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം മിക്ക ആളുകളും നമ്മൾ ഈ വാട്ടർ ഹീറ്റർ സോളാറുകളൊക്കെ മാറ്റുന്ന സമയത്ത് ഇതിൽ ഈ റോഡ് ഇങ്ങനെ കാണൂല. ഈ റോഡിൽ ഏകദേശം ദ്രവിച്ചിട്ട് ഇതിനെക്കാട്ടിയും ബാഡായിട്ടുള്ളൊരു കണ്ടീഷനിലായിരിക്കും. ചിലപ്പോൾ ഈ സാധനം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്യൂരിഫൈഡ് അലുമിനിയം റോഡാണ്. ആനോയിഡ് എന്നാണ് ഇതിന് പറയുക, ആനോയിഡ്. അപ്പോൾ ഈ ആനോയിഡ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കെറ്റിലുകൾ, അതായത് വാട്ടർ ഹീറ്ററുകൾ, അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററുകൾ, ഈ ഹീറ്ററിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വെള്ളത്തിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരും. അങ്ങനെ ഘടനയ്ക്ക് വ്യത്യാസം വരുമ്പോൾ ഈ വെള്ളത്തിനുള്ളിലുള്ള കണ്ടാമിനേഷൻ, അതായത് മാഗ്നീഷ്യം, അതുപോലെ അയണ്, നമ്മളെ സോഡിയം, ഉപ്പ്, ഇതൊക്കെ ഇതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുമ്പോൾ ഇതൊരു അലുമിനിയം ഒരു ലോഹമാണല്ലോ. അപ്പോൾ ഇതുമായിട്ട് സിങ്ക് ആവുന്ന എന്ത് കണ്ടൻ്റാണോ വെള്ളത്തിലുള്ളത് ആ കണ്ടൻറ്റിനെയൊക്കെ ഈ അലുമിനിയം വലിച്ചെടുക്കും. ഈ അലുമിനിയം വലിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് ഇതൊരു ലോഹമാണ്. അതായത് ഇത് ഏകദേശം നല്ല ഹീറ്റായി കഴിഞ്ഞാൽ, ചൂടായി കഴിഞ്ഞാൽ ഇതൊരു ഓക്സൈഡായി മാറും. ഇതിലും ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ നടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടൻറ്റുകളും, അതായത് ബാഡായിട്ടുള്ള മിനറൽസ് ഒഴികെയുള്ള ബാക്കി നമ്മളെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരുവിധം ലോഹമായിട്ട് സിങ്ക് ചെയ്യുന്ന കേട്ടോ. ഇതൊരു ലോഹം ആയതുകൊണ്ട് ഇതുമായിട്ട് സിങ്ക് ആവുന്ന രീതിയിലുള്ള എല്ലാ കെമിക്കൽസും ഈ വെള്ളം ഹീറ്റാവുന്നതോട് കൂടിയിട്ട് ഏകദേശം ഒരു 60, നമ്മളെ ഹീറ്ററൊക്കെ ആണെങ്കിൽ വാട്ടർ ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്റർ, അതുപോലെ കെറ്റിലുകളൊക്കെ ആണെങ്കിൽ 55 ഡിഗ്രി 60 ഡിഗ്രിയാണ് മാക്സിമം പോയാൽ. അതിൻ്റെ ഒരു തെർമോസ്റ്റാറ്റിക് കട്ട് ഓഫ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇപ്പോൾ ഈ 60 ഡിഗ്രിയിൽ ഇത് ചൂടാവുമ്പോൾ ഇത് വിഘടിക്കും. അതായത് വെള്ളം തിളക്കാത്ത രീതിയിൽ തന്നെ ചൂടാകുമ്പോൾ തന്നെ ഇത് വിഘടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കെമിക്കൽസ്, നമ്മളെ വെള്ളത്തിലുള്ള കെമിക്കൽസൊക്കെ ഈ ആനോയിഡായിട്ട് സിങ്ക് ആവാൻ വേണ്ടി ശ്രമിക്കും അതിൻ്റെ ഇതിൽ. അപ്പോൾ നമ്മൾ ഈ ആനോയിഡ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടേക്ക് ഈ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽസൊക്കെ ഒന്നിച്ച് വന്ന് ചേർന്നിട്ട് ഈ ആനോയിഡിൽ പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഇത് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ദ്രവിച്ച് പോയിട്ടുണ്ടാകും. ഏകദേശം ഈ സാധനത്തിൻ്റെ മേലെ ഇപ്പോൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഇതുപോലെ ഈ വെള്ളത്തിനുള്ളിലുള്ള കാഡ്മിയം, അതുപോലെ മാഗ്നീഷ്യം, ഈ സോഡിയം, അതേപോലെയുള്ള ഹാർഡായിട്ടുള്ള വാട്ടർ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ബോർവെൽ വാട്ടറിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണ് ഈ പറഞ്ഞ കണ്ടാമിനേഷനൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആനോയിഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആനോയിഡ് ഇങ്ങനെയാണ് വരിക. ഇത് നമ്മളെ നല്ല ബ്രാൻഡഡ് ഹീറ്ററുകളൊക്കെ മേടിക്കുമ്പോഴേ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ലോക്കൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ ആ ലോക്കലിലൊന്നും ഈ ആനോയിഡ് കാണണമെന്നില്ല. അപ്പോൾ ഈ ആനോയിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ, അത് ക്ലൈൻറ്റ് ചിലപ്പോൾ ഊരുമ്പോൾ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിവിലേക്കാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയാണ് സോളാറിൽ ഉണ്ടാവുക. ഇത് നമ്മളൊരു വി-ഗാർഡിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ അയച്ചപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്ന ഒരു സാധനമാണിത്. അപ്പോൾ നമ്മളൊരു ബാക്കപ്പ് കോയിൽ അതിലേക്ക് കൊടുക്കും. അതായത് കറണ്ട്
ഇൻ കേസ് നമ്മളെ വെള്ളം ഹീറ്റ് ആവാത്ത സമയം, കാലാവസ്ഥയൊക്കെ മോശമാകുന്ന സമയത്ത് നമ്മൾക്ക് കറണ്ടിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഒരു ബാക്കപ്പ് കോയിൽ കൊടുക്കുമ്പോൾ ആ ബാക്കപ്പ് കോയിലിനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നതാണ് ഈ ആനോയിഡ്. അപ്പോൾ ആ കോയിലിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ നീണ്ട ഒരു ഈ ആനോയിഡിൻ്റെ ഒരു റാഡ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇത് കോയിലെ കൊണ്ട് ചൂടാകുമ്പോൾ വെള്ളം കൂടി തിളയ്ക്കുമ്പോൾ, വെള്ളം ഏകദേശം തിളക്കുകയല്ല, നല്ല ഹീറ്റായിട്ട് സോളാറിലൊക്കെ ആകുമ്പോൾ ഒരു 80-85 ഡിഗ്രി എന്നൊക്കെ പറയുന്ന മാതിരി ഹീറ്റാവുമല്ലോ. അപ്പോൾ ഹീറ്റാകുമ്പോൾ നമ്മളെ വീട്ടിലുള്ള വാട്ടർ ഗീസറിനേക്കാൾ കൂടുതൽ ഏറ്റവും പെട്ടെന്ന് ദ്രവിച്ചു പോവുക ഈ സോളാർ വാട്ടർ ഹീറ്ററിലെ ഈ ആനോയിഡ് ആയിരിക്കും. അപ്പോൾ ആനോയിഡിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ബാഡ് കണ്ടാമിനേഷനൊക്കെ ഇത് ക്യാച്ച് ചെയ്തിട്ട് അതിനെ നിർവീര്യമാക്കി കളയുന്ന ഒരു പ്രോസസ്സാണ്. നിർവീര്യമാക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ ആനോയിഡും കംപ്ലീറ്റ് നിർവീര്യമായി പോകും. പൊടിഞ്ഞ് ആ ഒരു ക്രിസ്റ്റൽ ഈ ഇതുമാതിരി ഇങ്ങനെ ഇതിൽ അടർന്ന് പോരുന്ന മാതിരി ഇതിങ്ങനെ അടർന്നിട്ട് നമ്മളെ കെറ്റിലൊക്കെ വീടിയിരിക്കും. അപ്പോൾ കെറ്റിലിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റെയിൻലെസ് സ്റ്റീലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആനോയിഡ് എല്ലാ കെറ്റിലുകളിലും ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള കെറ്റിലുകളിൽ ഇത് ഉണ്ടാവുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പല കെറ്റിലുകളും ഊരി നോക്കിയിട്ടുണ്ട്. ഏകദേശം റാക്കോൾഡിൽ നിന്ന് നമുക്ക് ആനോയിഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ 1-2 ചെറിയ ഇതുകളൊക്കെ. അപ്പോൾ നമ്മൾ വില കുറച്ച് കാണുന്ന സാധനങ്ങളിൽ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കോസ്റ്റ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ, ആനോയിഡ് പോലുള്ള സാധനങ്ങൾ കമ്പനിയും കുറക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് വില കുറച്ച് തരാൻ കഴിയുള്ളൂ. ഏതൊരു സാധനം മെറ്റീരിയൽ വില കുറയ്ക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആനോയിഡിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.